വിചിന്തനം 2. സാധാരണക്കാരന്റെ സാമാന്യമായി ഉണ്ടാകേണ്ട ജീവിതവീക്ഷണം. സാധാരണക്കാരന്റെ സാമാന്യമായ ജീവിതവീക്ഷണത്തിന്, ജീവിത ദർശനത്തിന് ഉതകുന്ന നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. യേശു സാധാരണക്കാരനായ മനുഷ്യരെ സംബന്ധിച്ച് സാമാന്യം ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ, പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഇന്നത്തെ സുവിശേഷം. 3 നിർദ്ദേശങ്ങളാണ് നമുക്കവിടെ പ്രധാനമായിട്ട് നോക്കിക്കാണാൻ ഇടവരിക. ഒന്ന്, സൂക്ഷിക്കുക. യേശു നൽകുന്ന ഒരു നിർദ്ദേശമാണ്. രണ്ടാമത്തേത്, തിരഞ്ഞെടുക്കുക. മൂന്നാമത്തേത്, തീരുമാനിക്കുക. ഈ 3 നിർദ്ദേശങ്ങളുടെ ആഴങ്ങളിലേക്ക് അല്പം നമുക്ക് ഇറങ്ങിച്ചെല്ലാം. യേശു പറയുന്നു, സൂക്ഷിക്കുക. ആരെയാണ് സൂക്ഷിക്കേണ്ടത്, എന്തിനെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് സുവിശേഷത്തിന്റെ ആദ്യ വാചകം തന്നെ. വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. വ്യാജപ്രവാചകന്മാര് ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രവാചകൻ ആരാണ് എന്ന് ലളിതമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വാക്താവ് എന്ന് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ മനസ്സ് മനുഷ്യരുടെ അടുക്കിലേക്ക് എത്തിക്കുന്ന വ്യക്തി. അപ്പൊ ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാകണം. ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിയാൻ പ്രാപ്തനായിരിക്കണം പ്രവാചകൻ. ആ തിരിച്ചറിവാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. എന്നാൽ വ്യാജപ്രവാചകനോ ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിയുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്നു. എന്നിട്ട് സ്വന്തം മനസ്സിലുള്ള ഇരിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അത് വ്യാജമായി. നന്മയായിട്ടുള്ള കാര്യങ്ങളാണ് താൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നാം ചിന്തിക്കുന്നതും എന്ന് സ്വയമായിട്ട് അവകാശപ്പെടുന്നു. പക്ഷേ ഉള്ളിലുള്ള നിക്ഷിപ്തമായ താല്പര്യങ്ങളും സ്വാർത്ഥ ലാഭങ്ങളുമാണ് അതിലൂടെ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും വ്യാജപ്രവാചകന്മാരാണ്. അവര് കുഞ്ഞാടിന്റെ വേഷം ധരിച്ചു വരുന്നു. പക്ഷേ യേശു പറയുന്നു, ചെന്നായ്ക്കളാണവര്. അവരെ സൂക്ഷിക്കണം. അവരെ തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകണം. ഈ ഒരു രീതി, ഈ വ്യാജപ്രവാചകന്റെ രീതി നിറഞ്ഞു നിൽക്കുകയാണ് സമൂഹത്തില്. അത് പുറത്തുണ്ട്, അതകത്തുണ്ട്. പുറത്ത് എന്ന് പറഞ്ഞാൽ വിദേശത്തുണ്ട് എന്നല്ല ഉദ്ദേശം. നമുക്ക് പുറത്ത് ചുറ്റുപാടുകളിലെ ഒരുപാടുണ്ട് എന്നല്ല, എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാം നന്മ, എല്ലാം ശ്രേഷ്ഠം, എല്ലാ ഉപകാരത്തിനും എന്ന രീതിയിലാണ് മനുഷ്യര് നമ്മെ സമീപിക്കുക. നന്മ ചെയ്യുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ മനുഷ്യര് സാമാന്യമായിട്ട് സമീപിക്കുക. പക്ഷേ ഉള്ളിലുള്ള ഇരിപ്പ് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകണം. അവരെ സൂക്ഷിക്കണം. ഇത് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് യേശു ആദ്യം പറയണത്. അത് മനസ്സിലാക്കുക തന്നെയല്ല, അവരെ സൂക്ഷിക്കണം. ആ ദൈവങ്ങള് അവരൊക്കെ യഥാർത്ഥത്തില് മനുഷ്യനെ സഹായിക്കാൻ എന്നുള്ള രീതിയിലാണ് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുക. സാമ്പത്തികമായിട്ടാകാം, ആത്മീയമായിട്ടാകാം, രാഷ്ട്രീയമായിട്ടാകാം, ആശയപരമായിട്ടാകാം, മറ്റെല്ലാ തരത്തിലും സഹായകന്റെ റോളായിട്ട് അവര് നമ്മെ സമീപിക്കും. യേശു പറയുന്നു, സൂക്ഷിക്കുവിൻ. അത് പുറത്തുള്ളവര്, പക്ഷെ അകത്തും ഉണ്ടാകാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിയുടെ ഉള്ളിലും ഈ ഒരു
സ്ഥിതിവിശേഷം അടങ്ങിയിട്ടുണ്ട് എന്ന് യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ മറ്റുള്ളവരൊക്കെ പരാതി പറയും. പുറത്തുള്ള എല്ലാവരും വ്യാജന്മാരാണെന്ന് നമ്മൾ പറയും. അവിടെ അഴിമതിയാണ്, ഇവിടെ ദുർഭരണമാണ്, ഇവിടെ വഞ്ചനയാണ്, ഇത് തെറ്റാണ്, ഇത് കാപട്യമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കാപട്യം തിരിച്ചറിയാൻ നമ്മൾ ചിലപ്പോ മറന്നു പോകുന്നു. ഈ അവസരത്തിൽ ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളൊരു കഥ എന്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. ഈ കഥ ഞാൻ നിങ്ങളോട് പറയാമോ? കുറെ കൂടി വ്യക്തമാകും. അപ്പോ ഒരു രാജാവ് ടെൻഷൻ അടിച്ച് നടക്കുക. രാജാവിനാകെ ടെൻഷൻ. എന്താ ടെൻഷന്റെ കാരണം? രാജ്യത്ത് അഴിമതി നടക്കുന്നു. എന്ത് നടപടി സ്വീകരിച്ചാലും അഴിമതിയെ നിയന്ത്രിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള നടപടികൾ എന്തും ഫലം ചെയ്യുന്നില്ല. നടപടികൾ എന്തുമാത്രം സ്വീകരിച്ചാലും അഴിമതി കൂടിക്കൂടി വരുന്നു. രാജാവിന് ടെൻഷൻ. എന്താ ഇനി ചെയ്യുക? എന്റെ രാജ്യത്ത് അഴിമതി കൂടുന്നു, ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യണം. അങ്ങനെ ഇരിക്കെ രാജാവിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. ഈ നാട്ടിലെ എല്ലാവരും ആദരിക്കുന്നൊരു സന്യാസിയുണ്ട്. ആ സന്യാസിയുടെ അഭിപ്രായം ആരായാൻ? രാജാവ് സന്യാസിയുടെ അഭിപ്രായം ആരാഞ്ഞു. എന്റെ നാട്ടിലുള്ള അഴിമതി അത് നിർമ്മാർജ്ജനം ചെയ്യണം. അതിനുള്ള പോംവഴി എന്താണാവോ? സന്യാസി പറഞ്ഞു, അത് സാധിക്കും, അത് എളുപ്പമാണല്ലേ. ഭരണത്തിലെ ആരോഗ്യകരായിരുന്ന ആളുകള് അഴിമതിക്കാരാവരുത്. അഴിമതിക്കാരെ രാജാവ് ഭരണകർത്താക്കളായിട്ട് നിയമിക്കരുത്. മന്ത്രിമാരാവും അങ്ങനെ വലിയ ഉത്തരവാദിത്വമുള്ളവരെ ആയിട്ട് അഴിമതിക്കാരെ നിയമിക്കരുത്. രാജാവ് പറഞ്ഞു, ശ്രദ്ധിക്കാം. പക്ഷെ നിയമിച്ചു കഴിഞ്ഞവരെ എന്തു ചെയ്യും? ഇതാരാണ് അഴിമതിക്കാരെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി ഞാൻ പുതിയത് നിയമനം നടത്തുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാം. പക്ഷെ ഇപ്പോഴുള്ളവരില്ലേ ആരാണ് അഴിമതിക്കാര് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാവും? ഓ, അതിനൊരു വഴിയുണ്ട്. സന്യാസി പറഞ്ഞു, എന്റെ പക്കല് ഒരു മാന്ത്രികമായിട്ടുള്ള ഒരു പാനീയമുണ്ട്. ഇത് അല്പം ഒന്ന് രുചിച്ചു നോക്കിയാൽ, അത് പാനം ചെയ്താൽ ഉടനെ തന്നെ അഴിമതി ഉള്ള വ്യക്തിയുടെ തലയില് കൊമ്പ് മുളയ്ക്കും. അതാണ് ആ പാനീയത്തിന്റെ മാന്ത്രിക ശക്തി. രാജാവിന് വളരെ ഇഷ്ടായി. എന്തു തന്നെ ചെലവ് വന്നാലും സന്യാസി ഒരു പറ മാന്ത്രിക പാനീയം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിക്കൊള്ളൂ. എന്ത് വേണമെങ്കിലും ഞാൻ അതിന് സാങ്ഷനാക്കാം. ഓ, അതിനെന്താ? സന്യാസി ഒരു പറ ഈ മാന്ത്രിക പാനീയം തയ്യാറാക്കി രാജാവിനെ അറിയിച്ചു. രാജാവ് ഉടനെ തന്നെ രാജസദസ്സ് വിളിച്ചുകൂട്ടി വലിയൊരു സദ്യ അങ്ങോട്ട് ഏർപ്പാട് ചെയ്തു. എല്ലാവർക്കും സദ്യ, പൊട്ടിപ്പോരൻ സദ്യ, കെങ്കേമൻ സദ്യ. അതിൽ വിളമ്പുന്ന പാനീയം ഈ സന്യാസി നിർമ്മിച്ചിട്ടുള്ള മാന്ത്രിക പാനീയമാണ്. അതങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കുടിച്ചു. അല്പം കഴിഞ്ഞപ്പോണ്ട് തലയിൽ കൊമ്പ് മുളയ്ക്കുന്നു. ഓരോരുത്തരുടെ തലയിലൊക്കെ കൊമ്പ് മുളയ്ക്കുന്നു. ആകെ അന്താളിപ്പ്. സദ്യക്കിരിക്കുന്നവർക്ക് കാര്യം മനസ്സിലാവണില്ല. ഓരോരുത്തരും തലയിൽ തപ്പി നോക്കുക. മുളച്ചു വരുന്നു കൊമ്പ്. എല്ലാവരുടെ തലയിലും കൊമ്പ്. രാജാവ് ഒരു യുദ്ധത്തിൽ ജയിച്ച പ്രതീതിയോടുകൂടി സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങനെ രാജാവ് വിളംബരം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. ഞാൻ നിങ്ങൾ ധർമ്മിഷ്ഠരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്
അങ്ങനെയുള്ള ധാരണയിലാണ് ഞാൻ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, നിങ്ങളെല്ലാവരും തന്നെ പിശാചിന്റെ കിങ്കരന്മാരാണ്. നിങ്ങളാണ് ധൂർത്തന്മാര്, നിങ്ങളാണ് അഴിമതിക്കാര്, നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റുകാരാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു യുദ്ധത്തിൽ ജയിച്ച ആ പ്രതീതിയോടുകൂടി രാജാവ് വികാരഭരിതനായിട്ട് ജയിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് അവരോടായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ വൈകാരികമായിട്ടുള്ള തീവ്രതയുടെ ഭാവം കൊണ്ടും കണ്ടം ഇടറുകയാണ് രാജാവിന്റെ. ഇടറുന്ന കണ്ടം മനസ്സിലാക്കിയപ്പോൾ രാജരക്ഷകൻ, അംഗരക്ഷകന്മാരിൽ ഒരാള് രാജാവിന് അല്പം പാനീയം കുടിക്കാൻ കൊടുത്തു. കൊടുത്ത പാനീയം ഈ മാന്ത്രിക പാനീയമായിരുന്നു. രാജാവ് അത് മനസ്സിലാക്കിയില്ല. അത് വീഞ്ഞായിരിക്കുമെന്ന് വിചാരിച്ച് രാജാവ് തൊണ്ട നനയ്ക്കാൻ വേണ്ടി ഈ പാനീയം ഒന്ന് രുചിച്ചു. അല്പം കഴിഞ്ഞപ്പോണ്ട് രാജാവിന്റെ തലയിൽ കൊമ്പ് മുളയ്ക്കണു. ഒന്നല്ല, പല കൊമ്പുകള്, തല നിറച്ചു കൊമ്പ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അട്ടഹസിച്ച് ചിരിക്കുകയാണ്. രാജാവിന്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ കൊമ്പുകൾ. അത്രയേറെ കൊമ്പുകളില്ല രാജസദസ്സിലെ ആ സദ്യ ആസ്വദിക്കാൻ വന്നവരുടെ തലയില്. ഇതൊരു വലിയൊരു സത്യമാണ് വിളിച്ചറിയിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉള്ളിൽ ഈ തെറ്റൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയൊന്നുമില്ല, നമ്മൾ ശരിക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ആകണമെന്നില്ല. വലിയ അഴിമതി നമ്മുടെ ഉള്ളിലാകാം, വലിയ തെറ്റ് നമ്മുടെ ഉള്ളിലാകാം. ഈ ഒരു സത്യം നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ പോലും നാത്താന്റെ കഥ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് യേശു പറയുന്നത്, സൂക്ഷിക്കണം. നമ്മുടെ ഉള്ള ആദ്യം ശുദ്ധിയുള്ളതാകണം, നമ്മുടെ ഉള്ള ആദ്യം നിർമ്മലമാകണം, നമ്മുടെ ഉള്ള ആദ്യം നല്ലതാകണം. എന്നിട്ട് വേണം യഥാർത്ഥത്തിലെ സമൂഹത്തെ തിരുത്താൻ. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സമൂഹത്തെ തിരുത്താൻ നോക്കിയാൽ ആ തിരുത്തലുണ്ടാവില്ല. പക്ഷേ ഞാനും തിരുത്തപ്പെടേണ്ടവരാണ് എന്നൊരു ചിന്ത നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിലുണ്ടാകണമെന്ന് യേശു അടിവരയിട്ട് പറഞ്ഞു തരികയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ഇതാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലെ ആദ്യമായിട്ടും അധികമായിട്ടും നമ്മോടായിട്ട് നിർദ്ദേശിക്കുന്നത്. സൂക്ഷിച്ചുകൊള്ളുവിൻ, വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പുറത്തുള്ള വ്യാജപ്രവാചകന്മാരെയും സൂക്ഷിക്കണം, അകത്തുള്ള വ്യാജപ്രവാചകന്മാരുടെ വിക്രിയകളും നമ്മൾ സൂക്ഷിക്കണം. മനസ്സ് ശുദ്ധമുണ്ടാകണം, നിർമ്മലമായിട്ടുള്ളൊരു മനസ്സുണ്ടാകണം, ചിന്ത യഥാർത്ഥത്തിലെ നല്ലതാകണം. രണ്ടാമത്തെ ചിന്ത യേശു നമുക്കായിട്ട് നൽകുന്നതാണ്, തിരിച്ചറിയണം. നിങ്ങൾ തിരിച്ചറിയണം, സത്യവും മിഥ്യവും തിരിച്ചറിയാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. അവനത് പറഞ്ഞു, അവൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അല്ല യേശു തന്റെ അനുയായികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചറിയണം, സത്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയണം, ശത്രു ഏത് ബന്ധു ആര് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതിനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. നല്ലതേത് മോശമേത് എന്ന് തിരിച്ചറിയാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. ഈ ജീവിതത്തിലെ ഈ പ്രാപ്തി നിങ്ങൾ സമ്പാദിച്ചെടുക്കണം. അതിനൊരു തരം വിവേകം എന്ന് പറയും. ഈ വിവേകം ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല, അത് വളർത്തിയെടുക്കണം, അത് ആലോചിച്ചെടുക്കണം, അത് ആലോചന ചോദിക്കണം, പഠിച്ചെടുക്കണം, അത് മനസ്സിലാക്കിയെടുക്കണം. വിവേകമുണ്ടാകണം, നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാൻ. മിന്നുന്നതൊക്കെ പൊന്നാണെന്ന് വിചാരിക്കരുത് മക്കളെ. പൊന്നാണെന്നും
ഇത് വ്യാജമാണെന്നും തിരിച്ചറിയാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. അത് പ്രായത്തിനനുസരിച്ച്, അത് കാലത്തിനനുസരിച്ച്, അത് വിഷയത്തിനനുസരിച്ച് ആ പ്രാപ്തിയിൽ നിങ്ങൾ വളരണം. യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ദാ അവിടെ ഒരു വലിയ ആധ്യാത്മിക പ്രസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് നമ്മൾ നെട്ടോട്ടം ഓടുന്നതിന് മുമ്പ് തിരിച്ചറിയണം. എന്താ ആധ്യാത്മിക പ്രസ്ഥാനം എന്ന് പറയുന്നത്? യേശു അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ഓടുന്നതിന് മുമ്പ് തിരിച്ചറിയണം. ചപ്പാത്തിയിൽ യേശുവിന്റെ രൂപം കണ്ടു എന്ന് പറഞ്ഞ് ഓടുന്നതിനേക്കാൾ മുമ്പ് തിരിച്ചറിയണം. ഇതാ അവിടെ പാല് കൊടുക്കുന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ട ഉടനെ തന്നെ തീർത്ഥാടനത്തിന് പോകരുത്. തിരിച്ചറിയണം. മാതാവ് അങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ പോയാൽ മിൽമയുടെ സ്ഥിതി എന്തായി? തിരിച്ചറിയണം. എണ്ണ കൊടുക്കുന്ന പീഠങ്ങളിതാ വരുന്നു പള്ളിയില്. തിരിച്ചറിയണം. വ്യാജനെ തിരിച്ചറിയണം. വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് രക്തം അങ്ങനെ തളം കെട്ടി നിൽക്കുന്നു. വ്യാജനെ തിരിച്ചറിയാൻ പഠിക്കണം. യേശു നമ്മളെ ഉപദേശിക്കുകയാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല മക്കളെ. വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയണം. എന്നാൽ നാട്ടിലെ ദിവസം പ്രതി ഞാൻ എന്റെ ആസ്പത്രിയിലെ മുറിയിലേക്ക് കയറി വരുന്ന ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, രോഗം കലശലായി, വിഷമം അതിരൂക്ഷമായി. എവിടേക്കെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആദ്യം ഇല്ല, വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ മനസ്സിലാക്കുന്നു പോയിട്ടുണ്ട്. എവിടേക്കാ? പുത്തഞ്ചിറ അമ്മയുടെ അവിടേക്ക് പോയിട്ടുണ്ട്. മുരിയാടുള്ള എംബറർ അവിടേക്ക് പോയിട്ടുണ്ട്. നിഷിദ്ധമായിട്ട് കത്തോലിക്ക സഭ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇവരൊക്കെ. എന്തുകൊണ്ട് നിഷിദ്ധം? വ്യാജ പ്രവാചകന്മാര് നയിക്കുന്ന രംഗങ്ങളാണത് എന്ന് കത്തോലിക്ക സഭയുടെ ഔപചാരികമായിട്ടുള്ള നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് കത്തോലിക്ക മക്കള്, ദൈവത്തിന്റെ അനുയായികള്, വിശ്വാസത്തിൽ തീവ്രമായിട്ടുള്ള ആളുകള് ഓടുന്നതെന്ന് മനസ്സിലാക്കി വരുമ്പോ എന്തുണ്ട് യാഥാർത്ഥ്യങ്ങള്? എന്ത് തിരിച്ചറിവാ നമുക്ക്? യേശു നമ്മോട് പറയുന്നു, തിരിച്ചറിയാൻ പഠിക്കണം. അതിനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. അല്ലാതെ കുറെ പുണ്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചതുകൊണ്ട്, കുറെ പ്രാർത്ഥനകൾ ചൊല്ലിയതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്ന ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മക്കളായിട്ട് തീരുകയില്ല. യേശു പറയുന്നു, ഞാൻ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചില്ലേ, നിന്റെ നാമത്തിൽ ഞാൻ ഉപവസിച്ചില്ലേ, നിന്റെ നാമത്തിൽ ഞാൻ ദാനധർമ്മം ചെയ്തില്ലേ, ഞാൻ നിങ്ങളെ അറിയില്ല എന്നാ യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയണത്. തിരിച്ചറിയാൻ പ്രാപ്തി ഉണ്ടാകണം, നിങ്ങൾക്ക് വിവേകം ഉണ്ടാകണം. രണ്ടാമത്തെ നിർദ്ദേശം യേശു ഇന്നത്തെ സുവിശേഷത്തിൽ തരികയാണ്, തിരിച്ചറിയാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. മൂന്നാമത്തേതാണ്, അങ്ങനെ സത്യം ഏതാണ് മിഥ്യ ഏതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നീതി ഏതാണ് നീതികേട് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശരി അനുസരിക്കാനുള്ള തീരുമാനമുണ്ടാകണം. അത് നടപ്പിലാക്കാനുള്ള ആർജവത്വം നിങ്ങൾക്കുണ്ടാകണം. ആ ആർജവത്വത്തിന്റെ അടിസ്ഥാനത്തില് എന്തുപോലും നഷ്ടപ്പെട്ടാലും ആ നഷ്ടം എനിക്ക് ലാഭമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തീരുമാനമെടുക്കണം. ഇതാണ് യേശു മൂന്നാമതായിട്ട് നമ്മോട് നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയില് ഭാരത ജനത ലോക ജനതയുടെ മുമ്പില് അഭിമാനം കൊള്ളുന്നവരായിട്ട് തീർന്ന ഒരു സംഭവമുണ്ടായത് നമുക്കറിയാം. ലോക ജനതയുടെ മുമ്പില് ഭാരതീയരുടെ അഭിമാനം ഉയർന്നു. ഒരു ഓസ്കാർ അവാർഡ് ഭാരതത്തിലെ മക്കൾക്കും ലഭിച്ചിരിക്കുന്നു.
ഓസ്കാർ എന്ന് പറയുന്നത് സിനിമാ ലോകത്തിലുള്ള അവസാനത്തെ വാക്ക്. ഈ അവസാനത്തെ വാക്കിന് അർഹരായിട്ടുള്ള ഭാരതീയരും ഉണ്ടായി എന്നുള്ള വാർത്ത യഥാർത്ഥത്തിലെ ഭാരതത്തിലെ ആളുകൾക്ക് ഭാരതത്തിന് അഭിമാനത്തിന്റെ ഒരു വിനാഴികയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ അത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഈ നിറവിലെ ഏറ്റവും കൂടുതൽ തിളങ്ങിയ വ്യക്തി AR റഹ്മാൻ എന്ന് പറയും. കർമ്മം കൊണ്ട് മലയാളി ആണ് എന്ന് വരികിലും ജന്മം കൊണ്ട് മലയാളി അല്ല AR റഹ്മാൻ. അദ്ദേഹം പ്രസിദ്ധമായിട്ടുള്ള ലോസ് ആഞ്ചലസിലെ ആ വലിയ പ്രൗഢഗംഭീരമായ വേദിയില് തനിക്കായിട്ട് നൽകപ്പെടുന്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിന്റെ മുമ്പിൽ വേദിയിൽ നിൽക്കുക. അത് കാണാനുള്ള യോഗം കണ്ണിന്റെ കാഴ്ച മങ്ങലുള്ള എനിക്ക് ഇല്ലാതെ പോയതുകൊണ്ട് ഞാനത് കേൾക്കാൻ ശ്രമിച്ചു. ആ രംഗം അതിന്റെ തനിമയിൽ തന്നെ കേൾക്കാൻ. ഈ മനുഷ്യൻ AR റഹ്മാൻ ലോസ് ആഞ്ചലസിലുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള സദസ്സിന്റെ മുമ്പിൽ അങ്ങനെ കിതക്കുകയാണ്. എനിക്കത് കേൾക്കാൻ റേഡിയോയിൽ കൂടെ ശക്തമായ രീതിയിൽ കിതക്കുന്നു. ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് വികാരത്തിന്റെ തീവ്രതയിൽ കിതക്കുകയാണ് ആ മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യൻ ചുരുങ്ങിയ വാക്കുകളിൽ കൂടെ ആ വികാരം ആ സദസ്സിനെ അറിയിക്കുകയാണ്. AR റഹ്മാൻ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പറയുകയാണ്, എന്റെ മുമ്പിൽ രണ്ട് വഴികൾ ഞാൻ കണ്ടു. AR റഹ്മാൻ ലോസ് ആഞ്ചലസിലെ പ്രൗഢഗംഭീരമായ സദസ്സിൽ ഓസ്കാർ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഈ പറയുന്നത്. അദ്ദേഹം തീർച്ചയായും ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. വികാരത്താൽ വളരെ തീവ്രമായതുകൊണ്ട് സാധാരണ രീതിയിൽ ഇംഗ്ലീഷ് തന്നെ മനസ്സിലാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ട്. ഞാനത് സശ്രദ്ധം ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ അതിന്റെ മലയാളം പറഞ്ഞു തരാം. എന്റെ മുമ്പിൽ രണ്ട് വഴികൾ ഞാൻ കണ്ടു. ഒന്ന് വെറുപ്പിന്റെ വഴി, മറ്റൊന്ന് സ്നേഹത്തിന്റെ വഴി. ഞാൻ തെരഞ്ഞെടുത്തു സ്നേഹത്തിന്റെ വഴി. ഞാൻ തെരഞ്ഞെടുത്ത സ്നേഹത്തിന്റെ വഴിയാണ് ശരിയെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇന്ന് ഈ അവാർഡിന്റെ വാങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സന്നിഹിതനായിരിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ വഴി എനിക്കായിട്ട് പരിചയപ്പെടുത്തി തന്നത് ഇതാ എന്റെ മുമ്പിൽ ഇരിക്കുന്ന, അഭിമാനത്തോടു കൂടി ഇരിക്കുന്ന എന്റെ അമ്മയാണെന്ന് പറഞ്ഞ് ആ അമ്മയെ പരിചയപ്പെടുത്തുകയാണ് AR റഹ്മാൻ. സ്നേഹത്തിന്റെ വഴി എനിക്കായിട്ട് പരിചയപ്പെടുത്തി തന്നത് എന്റെ അമ്മയാണ്. ഈ സ്നേഹത്തിന്റെ വഴി ഞാൻ ജീവിതത്തിൽ തെരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നിമിഷം ഞാൻ ആസ്വദിക്കാൻ ഇടവന്നത്. എന്നിട്ട് പറഞ്ഞു, ഗോഡ് ഈസ് ഗ്രേറ്റ്, എല്ലാ മഹത്വവും ദൈവത്തിനെ എന്ന് പറഞ്ഞുകൊണ്ട് അവാർഡ് വാങ്ങിക്കൊണ്ട് കിതച്ചുകൊണ്ട് വേടി വിട്ടിറങ്ങിയാണ് AR റഹ്മാൻ. AR റഹ്മാൻ പിന്നീട് അഭിമുഖത്തിലായിട്ട് പറയുകയാണ്, ഞാൻ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി സംഗീതത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്റെ ശ്രോതാക്കൾക്കായിട്ട് ഞാൻ നൽകണം. സംഗീതത്തിൽ വ്യാജമല്ല ഞാൻ കൊടുക്കേണ്ടത്, ശ്രേഷ്ഠമായിട്ടുള്ളത്, നന്ദിയായിട്ടുള്ളത് ഞാൻ കൊടുക്കണമെന്ന് ഞാൻ ചെറുപ്പത്തിലെ മനസ്സിലാക്കി. അതാണ് സ്നേഹത്തിന്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില്. അത് കാശിന്റെ വഴിയല്ല ഞാൻ തിരഞ്ഞെടുത്തത്, ശരിയുടെയും ശ്രേഷ്ഠതയുടെയും നന്ദിയുടെയും വഴി ഞാൻ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇതാണ് സംഗീതം, ഇതാണ് ശ്രേഷ്ഠമായിട്ടുള്ള വഴിയെന്ന് ഞാൻ ലോകത്തിനു വേണ്ടി കൊടുത്തത് ലോകം അംഗീകരിച്ചിരിക്കുന്നു. AR റഹ്മാന്റെ ഉള്ളിലുള്ള ഇരിപ്പ് പ്രകടമാക്കിയത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ
അനുഭവിക്കാനും ആസ്വദിക്കാനും അത് മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവെക്കാനുള്ള തീരുമാനമെടുക്കണമെന്നാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലെ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ആ തീരുമാനം വൈകിക്കരുത്. എന്തു തന്നെ നഷ്ടം വന്നാലും ശരിയേതാണ്, നന്മയേതാണ്, സത്യമേതാണ്, ചെയ്യേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അതിനുള്ള ആർജവത്വം നിങ്ങൾക്കുണ്ടാകണം എന്ന് യേശു പറയുന്നു. ഇത് തീരുമാനമെടുക്കണം. 2 വഴികളുണ്ട്. യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വീതി കുറഞ്ഞതും വീതി കൂടിയതും, റഹ്മാന്റെ കാഴ്ചപ്പാടനുസരിച്ച് വെറുപ്പിന്റെ വഴിയും സ്നേഹത്തിന്റെ വഴിയും. സത്യത്തിൽ പറഞ്ഞാൽ രണ്ടും ഒരേ ആശയങ്ങൾ തന്നെ. യേശു പറഞ്ഞു, ഇടുങ്ങിയ പാത തിരഞ്ഞെടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിലുള്ള നന്മ നിങ്ങൾ കണ്ടെത്തിയാൽ പിന്നെ നെട്ടോട്ടം ഓടരുത്. ഇടുങ്ങിയ പാത നീതിയുടെ പാതയാണ്. ആ നീതിയുടെ പാത നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടി വരുമ്പോ പലതും നിങ്ങൾക്ക് ത്യജിക്കേണ്ടി വരുന്നേക്കാം. സത്യത്തിന്റെ പാത നിങ്ങൾക്ക് ജീവിതത്തിൽ അനുസരിക്കേണ്ടി വരുമ്പോ പല ലാഭങ്ങളും നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നേക്കാം. പക്ഷെ അത് മതിക്കരുത് എന്നൊരു സത്യം വളരെ വളരെ ആർജവത്തോടുകൂടി നമ്മോട് ഉപദേശിക്കുകയാണ് യേശുക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ഇതാണ് നാം നോക്കിക്കാണേണ്ടത്. യേശു സാധാരണക്കാരനുള്ള സാമാന്യമായിട്ടുള്ള ജീവിത ദർശനമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സൂക്ഷിക്കണം, സൂക്ഷിക്കേണ്ടതിനെ, സൂക്ഷിക്കേണ്ടവരെ സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിക്കണം. തിരിച്ചറിയണം. തിരിച്ചറിയേണ്ടത് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പഠിക്കണം. സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീരുമാനിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. ആ പ്രാപ്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള സത്യം യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാൻ നമുക്ക് ശ്രമിക്കാം.